മനോരമയും മാതൃഭൂമിയുമാണ് പിന്നീട് ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തിട്ടുള്ളത്? തെളിവായി ഉദ്ധരിച്ചിട്ടുള്ളത്. എന്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചത്? ശിർക്കിന് ഫലമുണ്ട് എന്നതിന്. കേട്ടു നോക്കും നിങ്ങൾ. ശിർക്കിന് ഫലമുണ്ട് പറഞ്ഞാലോ അവിടെ എന്താ ഉദ്ദേശം? ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ ലഭിക്കുന്നു. അതെങ്ങനെ ലഭിക്കാം? അത് ഖുർആൻ കൊണ്ട് സ്ഥാപിതമായതാണ്, ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി പോകുന്നതാണ്. അത് അപ്പുറത്ത് നമ്മളാരൊന്നും പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയാണ്, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാ, എല്ലാവർക്കും നാം സഹായം നൽകും, ഇവർക്കും നൽകും, അവർക്കും നൽകും. മിൻ അതാഇ റബ്ബിക, റബ്ബിന്റെ ഔദാര്യം, അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും. ഇക്കൂട്ടരെയും അക്കൂട്ടരെയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ്. അഥവാ തൗഹീദുള്ളവനും അല്ലാഹു സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹു സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു തരം കൊടുക്കും. കേട്ടില്ലേ? എത്ര വ്യക്തമാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചോക്കണേ. മൂപ്പര് പറഞ്ഞത് മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിച്ചുകൊണ്ടാണ് ഫൈസൽ മൗലവി പറയണത്. അത് ഇയാൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണെന്ത്? മനോരമയിൽ ചില വാർത്തകൾ വരലുണ്ടല്ലോ, അവിടെ ഫലം കിട്ടി, ഇവിടെ ഫലം കിട്ടി. മാതൃഭൂമി ആരുദ്ധരിച്ചതാ? ഉസ്മാൻ സാഹിബ് റഹിമഉള്ള മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ ഉസ്മാൻ സാഹിബ് റഹിമഉള്ള പറഞ്ഞത് പരപ്പനങ്ങാടിയിൽ മൗലവി പറഞ്ഞു. പക്ഷെ അതല്ലല്ലോ, മൗലവി ആയത്തല്ലേ ഓതിയത്. ആ ആയത്തിൽ വ്യക്തല്ലേ കാര്യം. ഇതാർക്കാ മനസ്സിലാകാത്തത്? എന്നിട്ട് ഈ വിശദീകരണം ഇട്ടുകാണ്ട് പിന്നെ മൂപ്പര ഭാഗം ഒരു കയറ്റല്. അതെന്താ? കണ്ടോ, ഷിർക്കിന് ഫലം കിട്ടോ. എന്നാ അലിമദനി, നിങ്ങളിപ്പോ നേരത്തെ അമാനി തഫ്സീർ ഇങ്ങോട്ട് വായിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങളോട് വായിക്കാൻ പറഞ്ഞൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല അറബിയിലെ. ഇവിടെ ആകെ വായിച്ച തർജുമാന് കുറെ രസം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല രസം വരുന്നുണ്ട്, കാണിച്ചരാ. ശരി, നിങ്ങള് ഈ ആയത്തിന്റെ ഇബ്നു കസീർ മാത്രം ഒന്ന് വായിക്കൂ. ഞാൻ വായിച്ചരാ, പക്ഷെ നിങ്ങളൊന്ന് വായിക്കണം. ഇതാ ഇബ്നു കസീർ സൂറത്ത് ഇസ്രാ. എന്താ ആയത്ത്? കുല്ലന്നുമിദ്ദു ഹൗലാഇ വഹൗലാഇ എന്ന ആയത്ത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഐ കുല്ലു വാഹിദിൻ മിനൽ ഫരീഖൈനി, രണ്ട് വിഭാഗത്തിൽ ഓരോന്നും, അല്ലദീന അറാദു അദ്ദുന്യ, ഒരു വിഭാഗം ദുന്യാവ് ലക്ഷ്യം വെക്കുന്നവരാണ്. അവർക്ക് ലക്ഷ്യം ദുന്യാവ് മാത്രമാണ്. ദുന്യാവിൽ സുഖം കിട്ടണം, സമാധാനം കിട്ടണം. വല്ലദീന അറാദു വല്ലാഖിറ, രണ്ടാമത്തെ വിഭാഗം ആഖിറത്തെ കൊതിക്കുന്നവരാണ്, ആഖിറത്തെ മോഹിക്കുന്നവരാണ്. നുമിദ്ദുഹും ഫീമാ ഫീഹി, കണ്ടോ, രണ്ട് കൂട്ടർക്കും ഞാൻ സഹായം കൊടുക്കുന്നു. രണ്ട് കൂട്ടർക്കും കിട്ടും. ഒരു മുസ്ലിമിനും കിട്ടുന്നു, ഒരു കാഫിറിനും കിട്ടുന്നു, ഒരു മുഅ്മിനും കിട്ടുന്നു, ഒരു ഫാസിഖിനും കിട്ടുന്നു, ഒന്നുമില്ലാത്തവനും കിട്ടുന്നു. ആരാ കൊടുക്കുന്നത്? അല്ലാഹ്. ആ കൊടുക്കലാണ് ഫലം, ആ കിട്ടലാണ് ഫലം, ആ അനുഭവിക്കലാണ് ഫലം. അത് അല്ലാഹ് കൊടുക്കുന്നതാണ്. അതിനാണ് ഈ ഫലം എന്ന് പറയുന്നത്. ഇനിയോ, ഐ ഹുവൽ മുതസർരിഫുൽ ഹാക്കിം അല്ലദീ ലാ യജൂർ, അല്ലാഹ് അനീതി കാണിക്കുകയില്ല. അല്ലാഹ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. ഇവിടെ അവന്റെ അടിമകൾക്ക് കിട്ടേണ്ടത് കിട്ടാൻ ഒരുക്കി വെച്ചവനാണ് അല്ലാഹ്. എന്നിട്ട് പറയാണ്, ഫയുഅതി കുല്ലമാ യസ്തഹിഖുഹു മിനസ് സആദതി വശഖാവ. പൊളിഞ്ഞു അലിമദനി, നിങ്ങളെ കബളിപ്പിക്കൽ പൊളിഞ്ഞു. സൗഭാഗ്യമാണെങ്കിലും ദൗർഭാഗ്യമാണെങ്കിലും അത് അർഹതയുള്ളവർക്ക് കൊടുക്കുന്നവൻ അല്ലയാണ്. ജാറത്തിലുള്ള ആളല്ല, ജ്യോത്സ്യനല്ല, സാഹിറല്ല, പണിക്കനല്ല, ജിന്നല്ല, മലക്കല്ല, മരമല്ല, കല്ലല്ല, കണക്ക് നോട്ടക്കാരനല്ല, പ്രാണിയല്ല, ആരുമല്ല, അല്ല കൊടുക്കുക. അതാ ഫലം എന്ന് പറഞ്ഞ തഫ്സീറ പഠിപ്പിക്കണത്, തിരിഞ്ഞവരെ പഠിപ്പിക്കണത്, നട്ടം തിരിഞ്ഞവരല്ല. മനസ്സിലായോ? തട്ടിക്കൂട്ടി ആദർശം കൊണ്ട് നട്ടം തിരിഞ്ഞവരല്ല. ലോകം അംഗീകരിച്ച മുഫസ്സിറുകൾ പഠിപ്പിച്ചതാ വായിച്ചത്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഇങ്ങോട്ട് വായിക്കുങ്ങള് എന്തെങ്കിലും പറഞ്ഞു പോകും.